അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 43-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിജ്റയെ സംബന്ധിച്ചാണ്. ആ ഹിജ്റയുടെ യാത്രയുടെ ആരംഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 3 ദിവസം ആ സൗർ ഗുഹയിൽ താമസിക്കാൻ, ആ ഗുഹയിലുണ്ടായ അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് ഞാൻ വിശദീകരിച്ചത്. ആ 3 ദിവസം ആ ഗുഹക്കകത്ത് താമസിച്ച് കാര്യങ്ങളെല്ലാം തണുത്തോടുകൂടെ സ്വഹീൽ ബുഖാരിയുള്ള ഹദീസ് പ്രകാരം 3-ാം ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ അവർ നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ആ വഴികാട്ടി, അവിശ്വാസിയായിട്ടുള്ള അബ്ദുല്ലാ ബിൻ ഉറൈഖീത്ത് എന്നറിയപ്പെടുന്ന ആ വഴികാട്ടി, അദ്ദേഹം തയ്യാറാക്കി നിർത്തിയ യാത്രാ വാഹനവുമായിട്ട് ആ ഗുഹാമുഖത്തെത്തുകയാണ്. ആ 2 ഒട്ടകവുമായിട്ട് ആ ഗുഹാമുഖത്തെത്തുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ പോലും റസൂലുള്ള വഴികാട്ടിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവിശ്വാസിയായിട്ടുള്ളൊരു മനുഷ്യനെയാണ്. അവിടെ റസൂലുള്ള മാതൃകയാകുന്നത് ലോകത്തിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുഅ്മിനായിട്ടുള്ള വ്യക്തികൾ അവരെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ പെർഫെക്ഷനോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നിർവഹിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ മീഡിയകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ജാതിയോ മതമോ അല്ല, മറിച്ച് ആ കഴിവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുന്നത്. അക്കാലഘട്ടത്ത് ആ ഒരു വിഷയത്തിൽ മറ്റുള്ള ആളുകളെക്കാൾ, മുസ്ലിങ്ങളെക്കാൾ അറിവുള്ള വ്യക്തി അദ്ദേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസ്തനാണെന്ന് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുകയാണ്. ആധുനിക കാലത്ത് ജീവിക്കുന്ന നമുക്കറിയാം, നമ്മൾ ഇസ്ലാമിക പ്രബോധനത്തിനും ദഅവത്തിനും വേണ്ടിയെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മീഡിയകൾ, ഇലക്ട്രോണിക് മീഡിയകൾ, അത് മുസ്ലിങ്ങളുടെ കണ്ടെത്തലല്ല, മുസ്ലിങ്ങളുടെ സംഭാവനകളല്ല. അങ്ങനെയാണെങ്കിലും അത്തരം മീഡിയകൾ നമുക്ക് നമ്മുടെ മാർഗത്തിൽ എങ്ങനെ പോസിറ്റീവായിട്ട് മാക്സിമം ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന മനോഹരമായിട്ടുള്ള മാതൃകയാണ്. അങ്ങനെ ആ വഴികാട്ടി അദ്ദേഹം യാത്രാമൃഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ യാത്രാവാഹനമായിട്ട് വന്ന് ആ തിങ്കളാഴ്ച ദിവസം പ്രഭാതത്തിൽ ആ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഹിജ്റ യാത്ര ആരംഭിക്കുകയാണ്. അവർ പുറപ്പെടുന്നത് തിങ്കളാഴ്ച, അതായത് റബിയുൽ അവൽ 1-ാം തീയതി, ക്രിസ്താബ്ദം 622 സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ആ സൗർ ഗുഹയുടെ ഗുഹാമുഖത്ത് നിന്നും യത്രിബ് ലക്ഷ്യമാക്കി അവർ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്രാ വഴിയിൽ, ആ വഴിമധ്യേ നിരവധി മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അക്കാലഘട്ടത്ത് അവർക്ക് സാധാരണയായിട്ട് അവർ യാത്ര ചെയ്തിരുന്ന ഒരു മെയിൻ ഹൈവേ ഉണ്ട്. ആ വഴിയല്ല അവർ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഖുറൈശികൾ ഈ ഒരു സന്ദർഭത്തിലും അവർക്ക് വേണ്ടി തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഖുറൈശികൾ അവിടെ 100 ഒട്ടകം ഇനാമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു വിളംബരം, അതിൽ ആകൃഷ്ടരായിട്ട് പല ആളുകളും പല ഭാഗത്തായിട്ട് ഈ ഒരു സന്ദർഭത്തിലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ട് കൂടുതലൊന്നും ആളുകൾക്ക് അറിയാത്ത അപൂർവമായിട്ടൊരു സഞ്ചാരപാതയാണ് ഈ വഴികാട്ടി GPS അബ്ദുല്ലാ ബിൻ ഉറൈഖീത്ത് അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അവർ സഞ്ചരിച്ച ആ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ആ ഒരു പാത, അതിൻ്റെ റൂട്ട് മാപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. അവരാദ്യം ആ സൗർ ഗുഹയിൽ നിന്നും ഇറങ്ങി. സൗർ ഗുഹ നേരത്തെ പറഞ്ഞിരുന്നു, മദീനയുടെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് യമന്റെ ഭാഗത്ത്, തെക്ക് ഭാഗത്താണ് സൗർ ഗുഹ ഇരിക്കുന്നത്. ആദ്യം അവർ ആ സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നിട്ട് ആ നടന്ന വഴി പിറകോട്ടന്നെ നടന്ന് പിന്നീട് ജിദ്ദ കാലഘട്ടത്തുണ്ട്, ജിദ്ദ തുറമുഖം വഴി ആ റെഡ് സീ, ചെങ്കടൽ തീരത്തിന് സമാന്തരമായിട്ട് മറ്റൊരു വഴിയിലൂടെയാണ് അവർ യത്രിബിലേക്ക് യാത്രയാകുന്നത്. രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത ആ വഴി, അതുതന്നെയാണ് മദീനയിലേക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് ആധുനിക കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള. ഇന്നത്തെ മോഡേൺ ഹൈവേ അതേ വഴിയിലൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അതായത് ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാവുകയാണെങ്കിൽ ആ റോഡിൻ്റെ പേര് ത്വരീഖുൽ ഹിജ്റ എന്നുള്ള പേരിൽ തന്നെയാണ് ആ റൂട്ട് അറിയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. യാത്രയുടെ രീതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചു തരുന്നത് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സുദീർഘമായിട്ടുള്ള ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് പിൻകാലഘട്ടത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ യാത്രയുടെ ഒരു രീതി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ കാര്യമായിട്ട് യാത്ര ചെയ്തത് മുഴുവൻ രാത്രി സന്ദർഭത്തിലായിരുന്നു. പകല് ആ വെയിലിൻ്റെ ചൂട് കൂടുന്നതോടുകൂടെ ഞങ്ങൾ ഏതെങ്കിലും തണൽ കണ്ടാൽ അവിടെ കയറി വിശ്രമിക്കും. പിന്നീട് ആ വെയിൽ ചൂടാറിയതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര പുനരാരംഭിക്കുക. ആ രൂപത്തിലാണ് യാത്ര മുന്നോട്ട് പോകുന്നത്.
അവർ യാത്ര ആരംഭിച്ചൊരു അല്പസമയം കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെ ചൂട് കൂടിയതോടുകൂടെ അവർ ഏതെങ്കിലും ഒരു തണൽ നോക്കി അങ്ങ് ദൂരെ ഒരു വലിയ പാറക്കല്ല്, സൊഹ്റത്തും തൊവീലത്തും ലഹാദില്ലൻ, ഒരു വലിയ പാറക്കല്ല് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ സമീപത്ത് നല്ല തണലുണ്ട്, അങ്ങോട്ട് സൂര്യപ്രകാശം വരുന്നില്ല. അപ്പം അവർ ആ ദിശയിലേക്ക് പോയി അതിൻ്റെ സമീപത്ത് ചെന്നിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ധൃതിപ്പെട്ട് നടന്ന് ആ പാറയുടെ അടുത്ത് ആ തണലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങുന്നതിന് വേണ്ടി ഒരു അല്പസ്ഥലം സ്വന്തം കൈകൊണ്ട് അവിടെ ശരിയാക്കി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ യാത്രയിലുടനീളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മീതെ കാണിക്കുന്ന ആ കെയറിംഗ് ആണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരല്പം മുമ്പ് ആ സൗർ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ആദ്യം റസൂലുള്ളാഹിനെ പുറത്തു നിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി അവിടെയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് റസൂലുള്ളാഹിനെ അകത്തേക്ക് ക്ഷണിച്ചത്. അപ്പം ആ പാറയുടെ സമീപം അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന രോമത്തിന്റെ വിരിപ്പ് അവിടെ വിരിച്ചു. ശേഷം റസൂലുള്ളാഹി അവിടെ എത്തിയ സന്ദർഭത്തിൽ പറഞ്ഞു, നം യാ റസൂലുള്ളാഹ്, ഓ പ്രവാചകരെ, ഇവിടെ കിടന്നുറങ്ങിക്കൊള്ളാം, ഞാൻ നിങ്ങൾക്ക് കാവലെന്നോളാം, നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കൊള്ളാം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങാണ്ട് നാനാഭാഗത്തേക്ക് നോക്കി, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കളെങ്ങാനും വന്ന് റസൂലുള്ളാഹിനെ ആക്രമിക്കുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്ന് വെച്ച് എല്ലാ ഭാഗത്തേക്ക് നോക്കി അവിടെ റസൂലുള്ളാഹിക്ക് കാവലായിട്ട് അവിടെ നിൽക്കുക. റസൂലുള്ളാഹി വളരെ കൂളായിട്ട് അവിടെ കിടന്നുറങ്ങാൻ. പിന്നീടുള്ള സംഭവങ്ങൾ ആ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരല്പം കഴിഞ്ഞപ്പോൾ ആ മരുഭൂമിയുടെ വിദൂരതയിൽ ഒരു ആട്ടിടയൻ നിരവധി ആടുകളായിട്ട് ആ വിദൂരതയിൽ ആ പാറക്കല്ലിന്റെ സമീപത്തേക്ക് നടന്നു വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. യുരീദു മിൻഹല്ലദി അറദന, അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. അതായത് ആ കൊടും ചൂടിൽ ഒരല്പ തണൽ അവിടെ ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവരങ്ങോട്ട് പോയത്. അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് ആ കൊടും ചൂടിൽ ഈ ആട്ടിടയൻ ആടുകളുമായിട്ട് ആ ദിശയിലേക്ക് നടന്നെടുക്കുന്നത്. അപ്പം അടുത്തെത്തിയ സന്ദർഭത്തിൽ അതൊരു ചെറുപ്പക്കാരൻ, അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവനുമായിട്ട് കുശലം പറയാണ്, ലിമൻ അൻത യാ ഗുലാം, മോനെ നീ എവിടുന്നാണ്? അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ. ആ കുട്ടി പറഞ്ഞു, അഹ്ലുൽ മദീന, ഞാൻ മദീനക്കാരുടെ ആടിനെ മേയ്ക്കുന്ന ജോലിയാണ്. അതേ രൂപത്തിൽ അവർ രണ്ടാളുകൾ അവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫീ ഗനമിക ലബുനുൻ, മോനെ ഒരല്പം പാല്, നിന്റെ ആടുകളിൽ നിന്ന് ഒരല്പം പാൽ എനിക്ക് തരുമോ? ആ കുട്ടി പറഞ്ഞു, അതിനെന്താണ്? ആ കുട്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മരക്കോപ്പ് എടുത്തിട്ട് അതിൽ നിന്നൊരു ആടിനെടുത്ത് കറക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, മോനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, നിന്റെ കയ്യിലുള്ള ആ പൊടിയും മുടിയെല്ലാം തട്ടി വൃത്തിയാക്കിയതിന് ശേഷം ആ അകിട് കുടഞ്ഞിട്ട് വേണം പാല് കറക്കാൻ. ആ രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നൽകി ആ കുട്ടി കൈയെല്ലാം വൃത്തിയാക്കി കയ്യിലുണ്ടായിരുന്ന ആ മരക്കോപ്പയിലേക്ക് പാല് കറക്കാൻ. ആ ചൂടുള്ള ആ ഫ്രഷ് പാലിങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉറക്കിലാണ്. അപ്പോൾ ഉറക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. അതായത് മെല്ലെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാനും അതേപോലെ തന്നെ വുളു എടുക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെറിയ പാത്രം, ഒരു കോപ്പയുണ്ട്. ആ കോപ്പ മെല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ആ കുട്ടി നൽകിയ പാല് അതിലേക്ക് ഒഴിച്ചു. ആ പാലെല്ലാം അവിടെ ഒഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്നത് കാത്ത് ആ പാലുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ ഏറെ വൈകാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്നും ഉണർന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന ആ പാല് അത് റസൂലുള്ളാഹിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇശ്രിബ് മിൻ ഹാദൽ ലബൻ, ഓ പ്രവാചകരെ, ഈ പാലിൽ നിന്ന് കുടിച്ചോളുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശരിബ ഹത്താ റളീതു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തൃപ്തിയാകുവോളം ആ പാലിൽ നിന്ന് റസൂലുള്ളാഹി കുടിച്ചു. ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, നമുക്ക് യാത്ര പുറപ്പെടാൻ സമയമായില്ലേ? അതായത് വെയിലാറിയിട്ടുണ്ട്, ജാലത്തി ശംസ്, അതായത് വെയിലാറിയിട്ടുണ്ട്, സൂര്യൻ മധ്യത്തിൽ നിന്നെല്ലാം തെറ്റി ഒരല്പം വെയിലെല്ലാം ആറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടങ്ങിയല്ലേ എന്ന് റസൂലുള്ളാഹി അവരോട് ചോദിച്ചു. അങ്ങനെ വീണ്ടും അവരല്പം വിശ്രമിച്ചതിന് ശേഷം ആ യാത്ര പുനരാരംഭിക്കുകയാണ്. അങ്ങനെ അവർ യാത്ര പുനരാരംഭിച്ച് ഒരല്പ ദൂരം പിന്നിട്ട സന്ദർഭത്തിൽ മരുഭൂമിയുടെ വിദൂരതയിൽ മറ്റൊരാൾ, ബനു മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ശ്രദ്ധയിൽ ഈ മൂന്നാളുകൾ പതിയാണ്. അദ്ദേഹം എന്തോ വേട്ടയോ മറ്റോ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ മടങ്ങി വരുന്ന വഴിയിൽ ആ മദീനയിലേക്കുള്ള പാതയിൽ മൂന്നാളുകൾ സഞ്ചരിക്കുന്നതായിട്ട് വളരെ ദൂരെ നിന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ആ കാഴ്ച അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അദ്ദേഹം തിരിച്ച് നാട്ടിൽ മക്കയിൽ അദ്ദേഹം തിരിച്ചെത്തി. ഈ സംഭവം സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്.
അക്കാലഘട്ടത്തിൽ നമുക്കറിയാം, നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഏതെങ്കിലും ഒരാൾ ഇതേ രൂപത്തിൽ സാഹസിക യാത്ര, വേട്ടയാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിരിക്കും. അദ്ദേഹം ആ യാത്രയുടെ അനുഭവങ്ങൾ, ആ സാഹസിക കഥകളെല്ലാം അവർക്ക് വിവരിച്ചു കൊടുക്കും. ആളുകൾക്കെല്ലാം അത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഈ ബനൂ മുദലിജ് ഗോത്രക്കാരൻ അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയോടുകൂടെ അദ്ദേഹത്തിന്റെ ഗോത്രക്കാരെല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റും ഇരുന്നു. അദ്ദേഹം യാത്രാനുഭവങ്ങൾ ഓരോന്നായിട്ട് പറയാൻ. ആ കൂട്ടത്തിൽ ബനൂ മുദലിജ് ഗോത്രത്തിൽപ്പെട്ട സമർത്ഥനായിരുന്ന സുറാഖ ഇബ്നു മാലിക്കും ആ സദസ്സിലുണ്ടായിരുന്നു. ഈ സുറാഖ ഇബ്നു മാലിക് പിൻകാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം തന്നെയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് തന്നെ പിൻകാലഘട്ടത്തിൽ നമുക്ക് വിവരിച്ചിരുന്ന സംഭവമാണ്. സുറാഖ പറയാണ്, ഈ വ്യക്തി അദ്ദേഹം മടങ്ങി വന്ന ആൾ യാത്രാനുഭവങ്ങൾ ഓരോന്നായിട്ട് വിവരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ മടങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആ മദീനയുടെ ഭാഗത്ത്, ആ കടൽ തീരത്ത് 3 ആൾ രൂപങ്ങൾ മദീനയുടെ ഭാഗത്തേക്കായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഖുറൈശികളെങ്ങാനും തെരഞ്ഞു നടക്കുന്ന മുഹമ്മദും സംഘവും ആണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ രൂപത്തിലൊരു സംശയം അദ്ദേഹം സംസാരത്തിനിടയിൽ പ്രകടിപ്പിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ആ സുറാഖ ഇബ്നു മാലിക് അദ്ദേഹം പറയാൻ, എനിക്ക് കാര്യം മനസ്സിലായി. അതായത് ആ വഴിയിലൂടെ ഈ ഒരു സന്ദർഭത്തിൽ അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മുഹമ്മദും സംഘവും സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ ആ വാർത്ത എങ്ങാനും കേട്ട് മറ്റാരെങ്കിലും അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ 100 ഒട്ടകം നഷ്ടാവും. കാരണം പിടിച്ചു കൊടുത്ത 100 ഒട്ടകമാണ് ഇനാമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സമർത്ഥനായിട്ടുള്ള സുറാഖ ആ വാർത്ത കേട്ട് മറ്റാരും ആ ദിശയിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി സുറാഖ ഇബ്നു മാലിക് പറഞ്ഞു, നീ കണ്ടത് അത് മുഹമ്മദൊന്നുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊരിക്കലും ആ വഴിക്ക് പോകാൻ സാധ്യതയില്ല, അവർ മറ്റു വഴിക്കാണ് പോവുക. നീ കണ്ടത് ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട മറ്റ് 3 ആളുകളുടെ എനിക്കറിയാം, അവരെയാണ് നീ കണ്ടത്. ആ രൂപത്തിൽ ആ സദസ്സിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അദ്ദേഹം സംസാരിക്കാൻ. അത് മാത്രമല്ല, സുറാഖ ഇബ്നു മാലിക് അദ്ദേഹം തന്നെ പറയാണ്, അതിനുശേഷം അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഒരല്പസമയം കൂടെ ഞാൻ ആ സദസ്സിൽ ചെലവഴിച്ചു. കാരണം അത് കേട്ട ഉടനെ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവർക്ക് സംശയമാവും. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് മറ്റ് നിരവധി വിഷയങ്ങളെല്ലാം സംസാരിച്ച് ആളുകളെല്ലാം നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം മറന്നു എന്നായ സന്ദർഭത്തിൽ അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹം ഉടനെ തന്നെ വീട്ടിലേക്ക് അതിവേഗം പോവാൻ. സുറാഖ ഇബ്നു മാലിക് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്ന അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു റൈഡർ, അതായത് കുതിര സവാരിക്കാരനായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു അമ്പെയ്ത്തുകാരൻ കൂടെയായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ വീട്ടിലേക്ക് ധൃതിപ്പെട്ട് നടന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വേഗതയുള്ള ആ കുതിരയെടുത്ത് മറ്റാരും കാണാതെ ഒരു ഒഴിഞ്ഞ വഴിയിലൂടെ അദ്ദേഹം ഈ നേരത്തെ വിവരം കിട്ടിയ ദിക്കിലേക്ക് അതിവേഗം അദ്ദേഹം കുതിക്കുകയാണ്. സുറാഖ അതിവേഗതയിൽ കുതിച്ച് ഏകദേശം മരുഭൂമിയുടെ വിദൂരതയിൽ ഈ 3 ആളുകൾ ദൃഷ്ടിയിൽ പതിയുന്ന ഒരു ഡിസ്റ്റൻസിൽ അദ്ദേഹം സഞ്ചരിച്ചെത്തുകയാണ്. അദ്ദേഹം പിന്നീട് അവരുടെ അടുത്തെത്താനായ സന്ദർഭത്തിൽ അദ്ദേഹം കണ്ട കാഴ്ച, മനോഹരമായിട്ടുള്ള കാഴ്ച അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ അടുത്തെത്താനായ സന്ദർഭത്തിൽ അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം അസ്വസ്ഥമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നോക്കുന്നുണ്ട്. ചില സന്ദർഭത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുന്നിൽ സഞ്ചരിക്കും, ചില സന്ദർഭത്തിൽ അദ്ദേഹം പിറകിലേക്ക് വരും, ചില സന്ദർഭത്തിൽ സൈഡിലേക്ക് പോകും. ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ചുറ്റും ദിശ ഇങ്ങനെ മാറിക്കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിക്കുന്നുണ്ട്, അബൂബക്കർ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ശത്രുക്കൾ വല്ല ഭാഗത്തു നിന്ന് നിങ്ങൾ ആക്രമിക്കും എന്നുള്ള ഭയം കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നുണ്ട്, ലാ തഹ്സൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅന. അബൂബക്കർ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസ വാക്കുകൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. സുറാഖ പറയാണ്, ആ രൂപത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കാണപ്പെട്ടത്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി വളരെ ശാന്തനായിട്ട്, റസൂലുള്ളാഹി ഒരു ഭാഗത്തേക്കും നോക്കാതെ തൻ്റെ ആ വാഹനപ്പുറത്ത് ആ പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്തുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കുന്ന ചിത്രമാണ് പിറകിൽ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ റസൂലുള്ളാഹിന്റെ പാരായണം ചെറിയ രൂപത്തിൽ എനിക്ക് ആ വിദൂരതയിൽ കേൾക്കാൻ സാധിച്ചിരുന്നു. സുറാഖ ഇബ്നു മാലിക് പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള പാഠാണ്. തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നേരത്തെ തൗർ ഗുഹയിലും അതേ രൂപത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് മാക്സിമം ചെയ്തതിന് ശേഷം ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും എന്നുള്ള
ഉറച്ച വിശ്വാസം. അഖിൽ ഹാ വ തവക്കുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് നിങ്ങൾ മൃഗത്തെ കെട്ടിയിടാതെ അല്ല നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്, നിങ്ങൾ കെട്ടിയിട്ടതിന് ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിരവധി നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ എല്ലാ ആളുകൾക്കും, വിശ്വാസി അവിശ്വാസി ഭേദമില്ലാതെ എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലാണ്. അപ്പം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നേടാം, അതല്ലെങ്കിൽ നന്നായി അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം. അതേ രൂപത്തിലുള്ള നിരവധി നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ നിയമങ്ങൾ നമ്മൾ കഴിയുന്ന അത്ര 100% കഴിയുന്ന അത്ര നമ്മൾ നിർവഹിച്ചതിന് ശേഷം നമ്മൾ ആ നിയമത്തിലല്ല പ്രതീക്ഷ അർപ്പിക്കുന്നത്, മറിച്ച് നിയമം സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കാൻ. ആ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭത്തിൽ ആ നിയമത്തെ ഭേദിച്ച് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം നേരത്തെ തൗർ ഗുഹയിൽ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. തീ എന്നുള്ളത് അത് ചൂടുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള നിയമം. അതേ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച സന്ദർഭത്തിൽ ആ തീ, അതായത് ആ നിയമം തെറ്റിച്ച് ആ തീയിനെ തണുപ്പാക്കി മാറ്റുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അപ്പം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭരമേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അബോധികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സുറാഖ തന്നെ പറയാണ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അതായത് ഏകദേശം അവരുടെ പിറകിലെത്തി ഒരു അമ്പ് എഴുതാൽ അവരുടെ മേലെ കൊള്ളാവുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാൻ എത്തിയ സന്ദർഭത്തിൽ എൻ്റെ കയ്യിലുള്ള അമ്പുകൾ ഞാൻ എടുത്തു. അദ്ദേഹം നല്ലൊരു അമ്പെയ്ത്തുകാരൻ കൂടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കിട്ടാനിരിക്കുന്ന 100 ഒട്ടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുതിര അതിവേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹം അമ്പുകളെടുത്ത് അവർക്ക് നേരെ അമ്പ്, അതായത് ആ വില്ലിൽ അമ്പ് വെച്ച് അദ്ദേഹം അമ്പ് വലിച്ച സന്ദർഭത്തിൽ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം. ഒരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ കുതിരയുടെ കാലുകൾ പെട്ടെന്ന് മണ്ണിലേക്ക് പൂണ്ട് സുറാഖ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ മേലെ നിന്ന് അദ്ദേഹം തെറിച്ചു വീഴാൻ. അദ്ദേഹം നിലത്തേക്ക് തെറിച്ചു വീഴാൻ. അദ്ദേഹം അത് കരുതാണ്, അതായത് സ്വാഭാവികമാണ്. കാരണം അത് ഏത് സന്ദർഭത്തിൽ ആ രൂപത്തിലെല്ലാം സംഭവിക്കാം. അദ്ദേഹം അത് അവഗണിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ കിട്ടാനിരിക്കുന്ന ആ ഒരു സമ്മാനമാണ്. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് കുതിരയുടെ ആ കാലെല്ലാം നിലത്ത് നിന്ന് മണ്ണിൽ നിന്ന് വലിച്ചൂരിയിട്ട് അദ്ദേഹം വീണ്ടും കുതിരപ്പുറത്ത് നിന്ന് അവരുടെ നേരെ സഞ്ചരിക്കാൻ. ഒരല്പം അടുത്തെത്താനായ സന്ദർഭത്തിൽ വീണ്ടും കുതിരയുടെ കാലുകൾ നിലത്തേക്ക് പൂണ്ട് സുറാഖ ആ കുതിരപ്പുറത്ത് നിന്ന് തിരിച്ചു വീഴാൻ. അത് 2 തവണ അതേ രൂപത്തിൽ സംഭവിച്ച സന്ദർഭത്തിൽ സുറാഖ ബിൻ മാലിക്കിന് എന്തോ ഒരു പന്തികേട് തോന്നാൻ. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അസ്ലാം, അതായത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അക്കാലഘട്ടത്ത് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് നിരവധി ശിർക്കൻ ആചാരങ്ങൾ, നിരവധി ആരാധനാ രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആരാധന രീതിയായിരുന്നു പ്രശ്നം വെച്ച് നോക്കുക, അസ്ലാം. പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ അതിനെ ശക്തമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ജ്യോത്സ്യന്മാരെ ഭാവിയെല്ലാം പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാവി പറയുന്ന ജ്യോത്സ്യന്മാർ, അതിന് സമാനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ശക്ക് വന്നാൽ, നമ്മൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സംശയം വന്നാൽ നമ്മൾ സ്വലാത്തുൽ ഇസ്തിഖാറ നമ്മൾ നിർവഹിക്കാറുണ്ട്. അതേ രൂപത്തിൽ ചുരുക്കത്തിൽ അക്കാലഘട്ടത്തിലുള്ള ബഹുദൈവ വിശ്വാസികൾ അവരുടെ ഒരു സ്വലാത്തുൽ ഇസ്തിഖാറയുടെ അവരുടെ ഒരു രൂപമാണ് അസ്ലാം എന്നുള്ളത്. അതായത് അമ്പുകളെല്ലാം നിരത്തി ഒരു കാര്യം ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർ അമ്പുകൾ നിരത്തിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ സുറാഖ ബിൻ മാലിക് അദ്ദേഹം ആ സന്ദർഭത്തിൽ ആ ഒരു പ്രവൃത്തി, അതായത് അദ്ദേഹം ഈ അസ്ലാം ചെയ്തു നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്, അതായത് മുന്നോട്ട് പോകരുത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ പിന്തിരിയണം എന്നുള്ളൊരു റിസൾട്ടാണ് അദ്ദേഹത്തിന് ഫലമായിട്ട് ലഭിച്ചത്. അദ്ദേഹത്തിന് ആ റോങ് സൈന് ലഭിച്ചിട്ടും അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും അതും അവഗണിച്ച് വീണ്ടും അവരുടെ പിന്നാലെ പോയി. കാരണം മനസ്സിൽ മുഴുവൻ ആ ലഭിക്കാനിരിക്കുന്ന 100 ഒട്ടകാൻ. അങ്ങനെ അദ്ദേഹം വീണ്ടും മുന്നോട്ട് കുതിച്ചു. ആ സന്ദർഭത്തിൽ 3ാമതും അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ ആ മണ്ണിലേക്ക് താഴ്ന്നു പോവാൻ. ആ സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹം അസ്ലാം എടുത്ത് പ്രശ്നം വെച്ച് നോക്കി. ആ സന്ദർഭത്തിലും നെഗറ്റീവ് റിസൾട്ടാണ്, മുന്നോട്ട് പോകരുത് എന്നാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതും അവഗണിച്ച് അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോയി. അദ്ദേഹം ഏകദേശം അവരുടെ അടുത്തെത്താനായ സന്ദർഭത്തിൽ ആ കുതിരയുടെ കാലുകൾ അത് മുട്ടുവരെ ആ മണ്ണിലേക്ക് പൂണ്ടുപോയി എന്ന് മാത്രമല്ല, ഒരു മേഘപടലം മിസ്ലു ദുഖാൻ, അത് ഹദീസിൽ അദ്ദേഹം പറയാൻ, അതായത് ഒരു മേഘപടലം അത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് അവർക്കും അദ്ദേഹത്തിനും ഇടയിൽ വന്നിട്ട്
ഒരു പുകയുടെ ഒരു വലിയ മറ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു മേഘം വന്ന് അവരെ മറക്കപ്പെട്ടു. പിന്നീട് മുന്നിലേക്കുള്ളതൊന്നും എനിക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലായി. ആ സന്ദർഭത്തിൽ സുറാഖ പറയാണ്, അതോടുകൂടെ എനിക്ക് കാര്യം മനസ്സിലായി. അതായത് അഭൗതികമായിട്ടുള്ള എന്തോ ഒന്ന് ഇടപെടുന്നുണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യം ആ സന്ദർഭത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ കുതിരയുടെ കാലുകൾ പിന്നീട് ഞാൻ അത്ര വലിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതായത് ഇതെല്ലാം അവഗണിച്ച് ഞാൻ മുന്നോട്ട് വന്ന് ഈ ഒരു സന്ദർഭത്തിൽ പിന്നീട് കുതിരയുടെ കാലുകൾ എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ മുന്നിലാണെങ്കിൽ മേഘപടലം പോലെ എന്തോ പ്രത്യക്ഷപ്പെട്ട് മുന്നിലുള്ളതൊന്നും എനിക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയായി. അപ്പൊ സുറാഖ് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉറക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കില്ല, എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖ ഉറക്കെ വിളിച്ചു പറയാൻ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ കുതിരയുടെ കാലുകൾ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹം അവരുടെ അടുത്തേക്ക് സമാധാനത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സുറാഖ് ബിൻ മാലിക് വരാൻ. ആ വരുന്ന വഴിയിൽ അദ്ദേഹം ചിന്തിക്കുന്നത്, ഇതിലെന്തോ ഒരു സത്യമുണ്ട്. മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു സത്യമുണ്ട്. ഉറപ്പായിട്ടും ഈ പറയപ്പെടുന്ന ആദർശം എല്ലാത്തിനെയും അതിജയിക്കുന്ന ഉറപ്പാണ്. കാരണം ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട് അനുഭവപ്പെടാൻ എന്തോ ഒരു അഭൗതികമായിട്ടുള്ള ശക്തി മുഹമ്മദിന് ലഭിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അത് സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യപ്പെടാൻ. കാരണം ഏറ്റവും നല്ല റൈഡർ, ഏറ്റവും നല്ല കുതിര സവാരിക്കാരനായിട്ടുള്ള എനിക്ക് ഇതേ രൂപത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു? അതല്ലെങ്കിൽ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനായിട്ട് എനിക്ക് പോലും അവരെ സ്പർശിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്തോ ഒരു അഭൗതികമായിട്ടുള്ള സഹായം മുഹമ്മദിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ഞാൻ കണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാൻ. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു മതം എല്ലാത്തിനെയും അതിജയിക്കുമെന്നുള്ളൊരു തോന്നൽ ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലുണ്ടായി. സുറാഖ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം സുറാഖ് ബിൻ മാലിക് അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തി. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം കാര്യം പറഞ്ഞു, അതായത് നിങ്ങളുടെ തലക്ക് 100 ഒട്ടകമാണ് അവർ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഓഫർ ഖുറൈശികൾ അതേ രൂപത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടെ പോകാം, എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവർക്ക് നേരെ നീട്ടുകയാണ്. അദ്ദേഹം ആ ഭക്ഷണം ഓഫർ ചെയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടു കൂടെ നിരസിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങളുടെ കയ്യിലുണ്ട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ഫി അന്ന, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വഴിയിൽ കണ്ട കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. ആ ഒരു വാർത്ത നിങ്ങൾ ആരോടും പറയരുത്. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. ഇപ്പോൾ സുറാഖ് ബിൻ മാലിക് അതെല്ലാം പറഞ്ഞ് തിരിച്ചു പോകാനിരിക്കുന്ന ആ ഒരു വേളയിൽ അദ്ദേഹത്തിന് മനസ്സിലൊരു തോന്നൽ വരാണ്. കാരണം നേരത്തെ പറഞ്ഞു ഈ ഒരു അനുഭവം കാരണം മറ്റുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാത്തിനെയും അതിജയിച്ച് വിജയമായിക്കൊണ്ട് നാളെ ഈ ഒരു മതം എല്ലാത്തിനെയും അതിജയിക്കും എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ദീർഘവീക്ഷണം സുറാഖ് ബിൻ മാലിക് ഈ ഒരു അനുഭവം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് എല്ലാത്തിനെയും അതിജയിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, എല്ലാം കീഴടക്കി നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ എന്നെ നിങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള, അതായത് എനിക്കൊരു അഭയപത്രം, ഒരു അമ്ന് നിങ്ങൾ രേഖാമൂലം നിങ്ങൾ എഴുതി നൽകുമോ? അതാണ് സുറാഖയുടെ ആവശ്യം. ചിന്തിച്ചു നോക്കുക. അതായത് നിമിഷങ്ങൾക്ക് മുമ്പ് അവരെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അതേ വ്യക്തി ഈ ഒരു സന്ദർഭത്തിൽ അവരോട് തന്നെ അഭയം തേടുന്ന വിപരീതമായിട്ടൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായാണ്. അപ്പോൾ ആ ഒരു ആവശ്യം സുറാഖ് ഉന്നയിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴികാട്ടി അബ്ദുല്ലാഹി ബിൻ ഉറൈഖീത്തിനോട്, മറ്റു റിപ്പോർട്ടിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അതായത് സുറാഖക്ക് ഒരു അഭയപത്രം എഴുതി നൽകാൻ വേണ്ടി ആവശ്യപ്പെടാൻ. അപ്പോൾ അവർ ഒരു തോലിൽ അല്ലെങ്കിൽ ഒരു എല്ലിൻ കഷ്ണത്തിൽ, കാലത്ത് പേപ്പറൊന്നുമില്ല, ആ ഒരു തോലിൻ കഷ്ണത്തിൽ സുറാഖക്കുള്ള അഭയപത്രം എഴുതി അത് സുറാഖക്ക് നൽകുകയാണ്. അപ്പം അതും വാങ്ങി സുറാഖ തിരികെ പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദുൽ ബർറിന്റെ ഇസ്തിആബിൽ, അതേപോലെ തന്നെ ഇബ്നു ഹജർ എല്ലാം ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ആ തിരിച്ചു പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൂടെ റസൂലുള്ളാഹി പിറകിൽ നിന്നും സുറാഖയെ വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാരൈ കിസ്റ. ഓ സുറാഖ, കിസ്റയുടെ 2 വളകൾ താങ്കളുടെ കൈകളിൽ അണിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാകും? അതാണ് റസൂലുള്ളാഹിന്റെ വിചിത്രമായിട്ടുള്ള ചോദ്യം. ഉടനെ തന്നെ സുറാഖ് നെറ്റാണ്. സുറാഖ് ചോദിച്ചു, ഏത് കിസ്റയാണ് താങ്കൾ പറയുന്നത്? ഹുർമുസിന്റെ മകൻ മലിക്കു ഫാരിസ്, പേർഷ്യൻ രാജാവ് കിസ്റയുടെ വളകളോ? പേർഷ്യൻ രാജാവ് കിസ്റയെ സംബന്ധിച്ചാണോ നിങ്ങൾ പറയുന്നത്? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നഅം, അതെ, പേർഷ്യൻ രാജാവ് കിസ്റയുടെ
വളകളെ സംബന്ധിച്ച് എന്നെയാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പോൾ സുറാഖയ്ക്ക് യാതൊന്നും പിടികിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ചു നോക്കുക, എന്താണ് ഇയാൾ പറയുന്നത്? സുറാഖ ചിന്തിക്കുന്ന ആ രൂപത്തിലായിരിക്കണം. കാരണം സ്വന്തം നാട്ടിൽ നിന്നും ഒരാളും സഹായിക്കാനില്ലാതെ ഗുഹയിലും മറ്റുമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ, അക്കാലഘട്ടത്ത് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അക്കാലഘട്ടത്തെ ഏറ്റവും സൂപ്പർ പവർ ആയിരുന്ന ആ പേർഷ്യൻ ചക്രവർത്തിയുടെ വള ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒന്നുമല്ലാത്ത എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ ഒരു പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തുകയാണ്. അതിലുള്ള ഒരു വിഡ്ഢിത്തോർത്ത് ഒരുപക്ഷെ സുറാഖ ബിൻ മാലിക് അകം കൊണ്ട് ചിരിച്ചു കാണാം ആ ഒരു സന്ദർഭത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയപ്പെട്ടത് അതൊരു തമാശയായിരുന്നു. അത് കാലം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അത് കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2 പോയിന്റ് ഓർത്തു വെക്കേണ്ടത്, സുറാഖ ബിൻ മാലിക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു സന്ദർഭത്തിൽ ഒരു അഭയപത്രം എഴുതി നൽകി. അതേപോലെ തന്നെ ആ പേർഷ്യൻ രാജാവ് കിസ്രയുടെ വളകൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വന്നു ചേരുമെന്നുള്ള അസാധ്യമായിട്ടുള്ള ആ ഒരു പ്രവചനവും ആ സന്ദർഭത്തിൽ സുറാഖയ്ക്ക് മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെക്കുകയാണ്. അങ്ങനെ സുറാഖ ബിൻ മാലിക് തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ട കാര്യം പറയരുതെന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഒരാളോട് പറയില്ലെന്നെല്ലാം ആ വാക്ക് നൽകി സുറാഖ തിരിച്ചു നൽകുകയാണ്. അപ്പം അദ്ദേഹം മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ പല ആളുകളും ഇതേ രൂപത്തിൽ ഈ 100 ഒട്ടകവും പ്രതീക്ഷിച്ച് റസൂലുള്ളാഹിനെയും കൂട്ടരെയും തിരയുന്ന നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ള. അവരെല്ലാം അദ്ദേഹം സമർത്ഥമായിട്ട് പിന്തിരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതുവഴി പോയിട്ട് കാര്യമില്ല, കാരണം ഞാൻ ഓൾറെഡി അവിടെയെല്ലാം തപ്പിയിട്ടുണ്ട്, ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞ് സമർത്ഥമായിട്ട് അങ്ങോട്ട് പോകുന്ന ആളുകളെല്ലാം അദ്ദേഹം വഴിയിൽ നിന്നും പിന്തിരിപ്പിച്ചു വിട്ടു. അങ്ങനെ അവസാനം അദ്ദേഹം മക്കയിലെത്തി. പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയെന്നുള്ള ആ വാർത്തയെല്ലാം ലഭിച്ചതിന് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം സുറാഖ ബിൻ മാലിക് ഖുറൈശികൾക്ക് മുമ്പിൽ ആ ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം നിരത്തി വെച്ചു. അത് കേട്ട ഉടനെ ഖുറൈശികൾ ഒന്നടങ്കം അദ്ദേഹത്തോട് കോപിച്ചു. അതായത് ഇത്രയും വലിയൊരു സുവർണാവസരം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളത് പാഴാക്കിയല്ലോ. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂജഹൽ അനഹുല്ല സുറാഖ ബിൻ മാലിക് അദ്ദേഹത്തെ ശക്തമായിട്ട് ശകാരിച്ചു. ഇത്രയും വലിയൊരു അവസരം നിങ്ങൾ പാഴാക്കിയല്ലോ എന്ന് പറഞ്ഞ അബൂജഹല് ശക്തമായി ശകാരിച്ച സന്ദർഭത്തിൽ സുറാഖ ബിൻ മാലിക് പറയുന്നുണ്ട്, ഓ അബുൽ ഹക്കം, എൻ്റെ അനുഭവം നിങ്ങൾക്കായിരുന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കൽ ഈ രൂപത്തിൽ സംസാരിക്കുമായിരുന്നില്ല. കാരണം ആ കുതിരയുടെ ആ കാലുകൾ മണ്ണിലേക്ക് താഴ്ന്നതും അതേ രൂപത്തിലുള്ള ആ മേഘപടലങ്ങൾ, അതേ രൂപത്തിലുള്ള അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് മുമ്പിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഈ രൂപത്തിൽ ഒരിക്കൽ നിങ്ങൾ എന്നെ ശകാരിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അതെങ്ങാനും നിങ്ങൾക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഹമ്മദ് സത്യപ്രവാചകനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പോലും സംശയിക്കുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖ ബിൻ മാലിക് ആ സന്ദർഭത്തിൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം കോപം കാരണം ആ രൂപത്തിൽ അബൂജഹൽ അനഹുല്ലയോട് അദ്ദേഹം പ്രതികരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയപ്പെട്ട, നമ്മൾ സീറയിൽ നിന്ന് ഒരല്പം തെന്നിമാറി ആ പ്രവചനം ഏത് രൂപത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ട അതിലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കാൻ. ആ കാലചക്രം തിരിഞ്ഞ് കേവലം 8-9 വർഷത്തിന് ശേഷം ആ ഫതഹ് മക്ക വിജയം സംഭവിക്കാൻ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുറത്താക്കിയ അതേ നാട്ടിൽ വിജയായിക്കൊണ്ട് തിരിച്ചെത്തുന്നുള്ള ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു സൂചന സുറാഖ ബിൻ മാലിക് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്ക വിജയം കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തി അതിനുശേഷം ത്വാഇഫിലുണ്ടായിരുന്ന ഹുനൈൻ യുദ്ധം, ആ സന്ദർഭത്തിൽ സുറാഖയുടെ ബനൂ മുദലിജ് ഗോത്രം, ആ ബനൂ മുദലിജ് ഗോത്രത്തെ മുസ്ലിങ്ങളെ കീഴടക്കാൻ മുസ്ലിങ്ങൾ അത് കീഴടക്കിയ സന്ദർഭത്തിൽ സുറാഖ ബിൻ മാലിക് അദ്ദേഹം 8 വർഷങ്ങൾക്ക് മുമ്പ് 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റ യാത്രാവേളയിൽ നൽകിയ അഭയപത്രം മുസ്ലിം സൈന്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ നേതാവ് നൽകിയിട്ടുള്ള അഭയപത്രമാണിത്. അപ്പം അവർക്ക് യാതൊന്നും കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സുറാഖ ബിൻ മാലിക്കിനെ അവർ കൊണ്ടുപോവാണ് കാലങ്ങൾക്ക് ശേഷം. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ സുറാഖ എത്തിയ സന്ദർഭത്തിൽ സുറാഖ ചോദിച്ചു, ഓ പ്രവാചകരെ, അല്ലെങ്കിൽ ഓ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ ഓർക്കുന്നില്ല അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റ യാത്രാവേളയിൽ നിങ്ങൾ എനിക്ക് നൽകിയ അഭയപത്രമാണ്. അതേ അഭയപത്രം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ സന്ദർഭത്തിൽ സുറാഖ കാണിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഓ സുറാഖ, ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയതുപോലെ നിങ്ങൾ 100% സുരക്ഷിതരാണ്. അൽ യൗമു ബിർരിൻ വഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇന്നത്തെ ദിവസം എന്നുള്ളത് ഉപകാര സ്മരണകളുടെയും അതേപോലെ തന്നെ വാഗ്ദാന പാലനത്തിൻ്റെ എല്ലാം ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം
അദ്ദേഹത്തിന് സംരക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുക. ആ സന്ദർഭത്തിലാണ് സുറാഖ ബിൻ മാലിക് ഇസ്ലാം സ്വീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള ചിത്രം. ആ ഒരു സന്ദർഭത്തിൽ സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ പിന്നീട് റസൂലുള്ളാഹിന്റെ കൂടെ കൂടുതലൊന്നും അദ്ദേഹം ഒരൽപ്പം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാൻ. ഞാൻ ആ പ്രവചനത്തിലേക്കാണ് വരുന്നത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സുറാഖയുടെ മനസ്സിലുടനീളം ആ ഹിജ്റ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട അസാധ്യമായിട്ടുള്ള ആ ഒരു വാക്കുകൾ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കടന്നു വരാൻ 2 വർഷത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു ഉമ്മത്തിനെ ഭരിച്ചു. ആ സന്ദർഭത്തിൽ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 2 സൂപ്പർ പവറുകളായിരുന്ന റോമിനും പേർഷ്യക്കെതിരെ ഒരേ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈനിക മുന്നേറ്റം നടത്തുക. അതിലുള്ള അത്ഭുതം എത്രയാണ് ചിന്തിച്ചു നോക്കുക. അതായത് മരുഭൂമിയിൽ ഈ ഒരു കൊച്ചു ദ്വീപിൽ ജീവിക്കുന്ന ഈ ഒരു കൊച്ചു സംഘം അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ ലോകത്തെ 2 ശക്തികളെ ഒരേ സന്ദർഭത്തിൽ വെല്ലുവിളിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമിനെതിരെ യർമൂക്കും, അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മുന്നേറ്റം തുടർന്ന് പിന്നീട് പേർഷ്യക്കെതിരെ നടന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഖാദിസിയ യുദ്ധം. ഖാദിസിയയുടെ എല്ലാം ചരിത്രം അതിമനോഹരമാണ്. നമ്മൾ നേരത്തെ ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞു, ആ യുദ്ധത്തിന് തൊട്ടു മുമ്പ് പേർഷ്യൻ ചക്രവർത്തി റുസ്തം വളരെ പുച്ഛത്തോടുകൂടെ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനു വന്നതാണ്? ഇതേ രൂപത്തിലെല്ലാം പരിഹാസ വാക്കുകൾ ചൊരിഞ്ഞ് അവസാനം ആ ഖാദിസിയ യുദ്ധത്തിന്റെ ഫലം വന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ അതിൽ പേർഷ്യക്കാരെ തകർത്തെറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം കാരണം മുസ്ലിങ്ങൾ ഖാദിസിയയിൽ വെച്ചുകൊണ്ട് പേർഷ്യക്കാരെ തകർക്കുന്നു. അതോടുകൂടെ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കവാടങ്ങൾ ഇസ്ലാമിന് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖാദിസിയയുടെ വിജയത്തിന് ശേഷം മുസ്ലിം മുന്നേറ്റം പിന്നീട് പ്രവേശിക്കുന്നത് പേർഷ്യക്കാരുടെ ഹൃദയഭാഗം, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലായിരുന്ന മദായിൻ, ടെസിഫോൺ എന്നറിയപ്പെടുന്ന ആ പട്ടണത്തിലേക്കാണ് മുസ്ലിങ്ങൾ അടുത്തതായിട്ട് മുന്നേറുന്നത്. മദായിൻ എന്നുള്ളത് മദീന എന്നുള്ള പദത്തിന്റെ ജംആണ്. ലോകത്തെ അക്കാലഘട്ടത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു മദായിൻ. അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി. 100 കണക്കിന് വർഷങ്ങളായിട്ട് പേർഷ്യൻ രാജാക്കന്മാരുടെ കൊട്ടാരം, വാസസ്ഥലെല്ലാം ഇരിക്കുന്നത് ആ മദായിലാണ്. അങ്ങോട്ടാണ് മുസ്ലിം സൈന്യം മുന്നേറുന്നത്. ആ മദായിന്റെ അത്ഭുതങ്ങൾ, അതായത് അക്കാലഘട്ടത്ത് അവർ നിർമ്മിച്ച ഭീമാകാരമായിട്ടുള്ള അവരുടെ നിർമ്മിതികൾ, അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ ചെറിയ രൂപത്തിൽ ഇന്നും ചരിത്രശേഷിപ്പുകളായിട്ട് ടെസിഫോണിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ കാണാൻ സാധിക്കും. അത്ഭുത നിർമ്മിതികൾ, അത്രയും വലിയ അത്ഭുത നിർമ്മിതികൾ നിർമ്മിച്ച ആ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് മുസ്ലിങ്ങൾ തകർത്തെറിയുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഖാദിസിയയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ, അതായത് മദായിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള. അത്രയും വലിയ സാമ്രാജ്യമായിട്ടുള്ള ആ പേർഷ്യക്കാർ അവര് മുസ്ലിങ്ങളെ ഭയന്ന് അവർക്ക് ചുമന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന മുതലുകളെടുത്ത് രാജാവും സൈന്യം എല്ലാം എങ്ങോട്ടോ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചതെന്നുള്ള. ചിന്തിച്ചു നോക്കുക, ആ രൂപത്തിൽ അവർ മുസ്ലിങ്ങളെ ഭയപ്പെടാൻ. അങ്ങനെ അവസാനം ആ കൊട്ടാരത്തിലേക്ക് അവർ പ്രവേശിച്ച സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കളും നിർമ്മിതികളാണ് കൊട്ടാരത്തിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത്. മുത്തും പവിഴവും, അതേപോലെ തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ, അതേപോലെ തന്നെ രത്നങ്ങൾ നിറച്ച ആ കിസ്രയുടെ കിരീടങ്ങളും അദ്ദേഹത്തിന്റെ വളകളും, സ്വർണ്ണനൂലിൽ നെയ്തെടുത്തിട്ടുള്ള കാർപ്പറ്റുകൾ, അതേ രൂപത്തിലുള്ള അത്ഭുത വസ്തുക്കളാണ് ആ കൊട്ടാരത്തിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത്. അതെല്ലാം കണ്ട സന്ദർഭത്തിലും ആ മുസ്ലിം സൈന്യാധിപൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതായത് ആ ദുനിയാവിന്റെ പളവളപ്പ് കണ്ടിട്ടൊന്നും അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുനിയാവിനൊരിക്കലും അവർ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അത്തരത്തിലുള്ള അത്ഭുത നിർമ്മിതികൾ കണ്ട സന്ദർഭത്തിലും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകളിൽ ആ സന്ദർഭത്തിലും ഒരു പരിശുദ്ധ ഖുർആന്റെ വാക്യം മുഴങ്ങുന്നുണ്ടായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തുകൊണ്ടിരുന്നത് സൂറത്ത് ദുഖാനിലെ 25 മുതലുള്ള വചനങ്ങളാണ്. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളാണ് അവർ വിട്ടേച്ചു പോയത്. സുബ്ഹാനല്ലാഹ്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള അത്ഭുത വാസസ്ഥലങ്ങളും അവരിട്ടേച്ചു പോയി. വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവരാഹ്ലാദിച്ച് മതിമറന്ന് അവര് ആസ്വദിച്ചു കൊണ്ടിരുന്ന എത്രയെത്ര സുഖസൗകര്യങ്ങളാണ് അവരിട്ടേച്ചു പോയത്. കദാലിക ഔറസ്നാഹ ഖൗമൻ ആഖിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അങ്ങനെയാണത് കലാശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
മറ്റൊരു ജനതയ്ക്ക് അതെല്ലാം അവകാശപ്പെടുത്തി കൊടുത്തു. ആ ഭാഗം പാരായണം ചെയ്തുകൊണ്ടാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടരുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിം സമാ, അവരുടെ ആ നാശത്തിന്റെ പേരിൽ ആകാശവും ഭൂമി ഒന്നും കരഞ്ഞില്ല. അതായത് എല്ലാം അതേ രൂപത്തിൽ പോയി. ഇതേ രൂപത്തിൽ തന്നെയാണ് ലോകത്ത് ഇതേ രൂപത്തിൽ ഏകാധിപതികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന സാമ്രാജ്യങ്ങളെല്ലാം ഇതേ രൂപത്തിൽ ഒന്നുമല്ലാതെ ആയി തീർന്ന ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ മദാഇനിലുള്ള കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം മാറ്റിവെച്ച് ആദ്യം അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. നമസ്കരിച്ചതിന് ശേഷം ആ കൊട്ടാരത്തിനകത്ത് പള്ളി നിർമ്മിക്കാനുള്ള കൽപ്പന അവർക്ക് നൽകി. അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവൻ മദീനയിലേക്ക് അയക്കാൻ വേണ്ടി കൽപ്പന നൽകുകയാണ്. അദ്ദേഹം ആ ഒരു കൽപ്പന നൽകി അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ പേർഷ്യൻ തലസ്ഥാന നഗരിയുടെ ഇൻചാർജ് അതേ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാണ്. യാദൃച്ഛികമാണോ? ചിന്തിച്ചു നോക്കുക. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ യാത്ര ആരംഭിക്കുന്നത് തന്റെ നാടും വീടും ഉപേക്ഷിച്ച് ഈ സത്യത്തിനു വേണ്ടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ആ നാടിന്റെ അധികാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകിയത്. തിരിച്ചു നൽകിയ രൂപം നോക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പേർഷ്യൻ രാജാവിന്റെ വിലമതിക്കാനാകാത്ത ആ സമ്പത്ത് മുഴുവൻ മദാഇൽ നിന്നും അവർ മദീനയിലേക്ക് കയറ്റി അയക്കുകയാണ്. അവസാനം അതെല്ലാം മദീനയിലെത്തിയ ആ മൊത്തം സമ്പത്ത് മദീനയുടെ പള്ളിയിൽ ഇങ്ങനെ കുന്നുകൂട്ടിയിരിക്കുന്ന ആ കാഴ്ച ആളുകളെല്ലാം, സ്വഹാബത്തെല്ലാം അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. കാരണം അത്രയും കാലം അവർ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ആഭരണങ്ങളും വസ്തുക്കളും. ആ സന്ദർഭത്തിൽ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം അത് കണ്ട ഉടനെ അദ്ദേഹം പൊട്ടിക്കരയാണ്. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈയുയർത്തിക്കൊണ്ട് പറയാണ്, ഓ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേക്കാൾ ഉത്തമനായിരുന്നു, നിനക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു, പക്ഷേ ആ പ്രവാചകന് ഇതുപോലെ നീ നൽകിയിട്ടില്ല. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നേക്കാൾ എത്രയോ മികച്ചവനായിരുന്നു, എന്നേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നീ ഇതുപോലെ നൽകിയിട്ടില്ല. എനിക്ക് ഇതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം എനിക്കുള്ള പരീക്ഷണമാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കുള്ള ശിക്ഷയാണെങ്കിൽ, ഓ അല്ലാഹ്, ഞാൻ നിന്നോട് അഭയം തേടുന്നെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വഹാബത്തിന്റെ എല്ലാം വീക്ഷണം നോക്കുക. അതായത് സമ്പത്തിന്റെ ആധിക്യം അതൊരിക്കലും അനുഗ്രഹമായിട്ടല്ല അവർ കണ്ടത്, മറിച്ച് അത് ഏറ്റവും വലിയ പരീക്ഷണമാണെന്നുള്ള ആ ഒരു പാടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ആ ഒരു സന്ദർഭത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആ സമ്പത്തിൽ നിന്നും, അതായത് പേർഷ്യൻ രാജാവിന്റെ അദ്ദേഹത്തിന്റെ വളകളും അരഞ്ഞാണോ അതെല്ലാം കിരീടമെല്ലാം അതിനകത്തുണ്ട്, അതിൽ നിന്നും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പേർഷ്യൻ രാജാവിന്റെ ആ വളകൾ അദ്ദേഹം ആ ഒരു കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ഊരിയെടുക്കാൻ. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന സുറാഖ, എവിടെ സുറാഖയെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ. സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നന്നേ പ്രായം ചെന്നിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ, അതായത് സുറാഖ ബിൻ മാലിക്കിനെ അവിടെ ഇരുത്തിയതിന് ശേഷം ആ പേർഷ്യൻ രാജാവിന്റെ വളകൾ സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം അത്ഭുതത്തോടുകൂടെ അത് കണ്ടു നിൽക്കുകയാണ്. പല ആളുകൾക്കും കാര്യം അറിയില്ല, കാരണം നിരവധി പുതിയ സ്വഹാബികളുണ്ട്. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കാലങ്ങൾക്ക് മുമ്പ് ഹിജ്റ യാത്രാവേളയിൽ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട വാക്കുകൾ അവർക്ക് മുമ്പിൽ പറയാൻ പറഞ്ഞു. സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നത്തെ ആ സംഭവം, അതായത് ഹിജ്റ യാത്രാവേളയിലുള്ള സംഭവം അവർക്ക് മുമ്പിൽ വിവരിച്ച സന്ദർഭത്തിൽ ആളുകൾ മുഴുവൻ കണ്ണീരോടുകൂടെ അത് കേട്ട് അവസാനം അവർ തക്ബീർ ധ്വനികൾ മുഴക്കി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ച് അവർ മദീനയുടെ തെരുവുകളിലൂടെ നടത്തി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഹിജ്റ യാത്രാവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ അത്ഭുത പ്രവചനത്തിന്റെ പുലർച്ചയാണ് കാലങ്ങൾക്ക് ശേഷം നമ്മളവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഹിജ്റയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ദിവസങ്ങളായിട്ട് അവർ യാത്രയിലാണ്. ഏകദേശം യത്രിബിനോട് അല്ലെങ്കിൽ മദീനയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രയുടെ ഒരു സന്ദർഭത്തിൽ, അതായത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഇസ്രാ മിറാജ് സൂചിപ്പിച്ച സന്ദർഭത്തിലും പറഞ്ഞിരുന്നു, മുഴുനീള ചിത്രം നമുക്ക് ലഭ്യമല്ല. നിരവധി പീസുകളാണ് നമുക്ക് ഉദ്ധരണികളോട് ലഭിക്കുന്നത്. ആ പീസുകൾ ചേർത്ത് വെച്ച് നമ്മളൊരു മുഴുനീള ചിത്രം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയുടെ ഏത് ഭാഗത്ത് എത്രാമത്തെ ദിവസം ഏതൊരു പോയിന്റിലാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. ഏതായിരുന്നാലും
മദീനയുടെ ഏകദേശം അടുത്ത് ഖുദൈദ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ, ഖുദൈദ് ഇന്നും അതേ പേരിൽ ആ സ്ഥലം അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്ന് കാറ് വഴി മദീനയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ബോർഡ് ഖുദൈദ് എക്സിറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബോർഡ് കാണാൻ സാധിക്കും. ആ ഒരു പ്രദേശത്ത് എത്തിയ സന്ദർഭത്തിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണം എല്ലാം തീർന്നിട്ടുണ്ട്. കാരണം ദിവസങ്ങളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റോക്ക് കഴിഞ്ഞാലും യാത്രാ വഴിമധ്യേ പണം നൽകിയാൽ വല്ലതൊക്കെ വാങ്ങാൻ കഴിയുന്ന ചില സ്പോട്ടുകൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വഴിയാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ചില പോയിന്റുകൾ അവിടെയുണ്ട്. അത്തരത്തിൽ വഴിയാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു സ്ത്രീ ആ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന, അവരുടെ പേര് ഉമ്മു മഅബദ്. യഥാർത്ഥത്തിലുള്ള പേര് ആത്തിക ബിൻത്ത് കഅബ്, ബനു ഖുസാ ഗോത്രക്കാരിയാണ്. അവർ ഒരല്പം പ്രായമുള്ള സ്ത്രീയാണ്. അവർക്കൊരു ചെറിയ കുടിൽ, അതായത് ആ വഴിയിലെ ഏതൊരു ഭാഗത്ത് അവർക്കൊരു ചെറിയ കുടിലുണ്ട്. വഴിയാത്രക്കാർക്ക് അവർ വല്ലതും നൽകും, പകരമായിട്ട് അവരെന്തെങ്കിലും പണമോ മറ്റോ നൽകും. ആ രൂപത്തിലാണ് അവർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉമ്മു മഅബദിന്റെ വീടിന്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ ആ സ്ത്രീ അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ വീട്ടിന്റെ ആ ഭാഗത്തേക്ക് കയറി. അവരോട് അതായത് വീട്ടിലേക്ക് കയറിയിട്ട് അവർ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അതായത് വല്ല പാലോ കാരക്കയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, കട കാലിയാണ്. അതായത് ക്ഷാമം കാരണം ദിവസങ്ങളായിട്ട് ഞങ്ങളും പട്ടിണിയിലാണ്. ഭർത്താവ് തന്നെ ദിവസങ്ങളായിട്ട് പട്ടിണി കാരണം വല്ലതും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. അതായത് മറ്റൊരു റിപ്പോർട്ടിൽ ഭർത്താവ് ആ സന്ദർഭത്തിൽ ആ വീട്ടിലുണ്ടായിരുന്നു എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആ സന്ദർഭത്തിൽ ആ രൂപത്തിൽ അവർ മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ടെന്റിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിയ സന്ദർഭത്തിൽ ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഒരു ആടിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതായത് ആട് കറവ് പറ്റി നല്ല പ്രായമുള്ള നന്നായി ശോഷിച്ച ഒരു ആട് ആ ടെന്റിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആടിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, മാ ഹാദിഹി ഷാത്തു യാ ഉമ്മു മഅബദ്, ഓ ഉമ്മു മഅബദ്, ഈ ആട് നിങ്ങളുടേതാണോ? അപ്പം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അത് ഞങ്ങളുടേതാണ്, പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല, അത് കറവ് പറ്റി കാലങ്ങളായിട്ടൊരു ഉപകാരമില്ലാതെ, അതായത് ഞങ്ങൾ പരിചരിക്കുന്ന, അതായത് പ്രത്യേകമായിട്ടൊരു കാര്യമൊന്നുമില്ല എന്ന് ഉമ്മു മഅബദ് അവർ മറുപടി പറയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അതായത് നിങ്ങൾ എനിക്ക് അതിനെ കറക്കാൻ അനുമതി നൽകുമോ? ആടിന് ഞാൻ കറക്കട്ടെ എന്ന് റസൂലുള്ളാഹി പെർമിഷൻ ചോദിക്കാൻ. അപ്പം അവർ പറഞ്ഞു, നാം, അതിനെന്താണ്, നിങ്ങൾ കറന്നോളൂ, പക്ഷെ അത് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള രൂപത്തിൽ അവർ മറുപടി പറയാൻ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിനോട് ഒരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിക്കണം. അവർ വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാത്രം, അതായത് 10 ആളുകൾക്കെല്ലാം കുടിക്കാൻ കഴിയുന്ന അത്തരത്തിൽ ഒരു ചെമ്പ്, വലിയൊരു പാത്രമായിട്ട് അവർ തിരിച്ചു വരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം എടുത്തിട്ട് ആടിന്റെ സമീപത്ത് പോയിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം റസൂലുള്ളാഹി ആടിന്റെ അകിട് തടവി റസൂലുള്ളാഹി ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ആടിനെ കറക്കാൻ ആരംഭിക്കുകയാണ്. അത്ഭുതം, അവിടെ മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. ആടിന്റെ അകിടിൽ നിറയെ പാല് നിറയാണ്. സുബ്ഹാനല്ലാഹ്, ആടിന്റെ അകിട് മുഴുവൻ നിറയെ പാല് നിറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ മുഴുവൻ ആ ആടിന്റെ പാല്, ആ പാത്രം നിറയുമാർ അത് കറന്നെടുത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം, അതായത് ആ പാത്രം നിറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രം ഉമ്മു മഅബദിന് നൽകി ആദ്യമായിട്ട്. എന്നിട്ട് അവരോട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വയറ് നിറയുമാറ് കുടിച്ച് അവർ ആ പാത്രം തിരിച്ചു നൽകി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ പാത്രത്തിൽ ആ പാല് കറന്നു. അതിനുശേഷം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വയറ് നിറയുമാറ് കുടിച്ചു. അതിനുശേഷം മൂന്നാമതായിട്ട് സുമ്മ ശരിബ ആഖിറഹും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് റസൂലുള്ളാഹിയും അത് വയറ് നിറയുമാറ് കുടിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർക്കുന്നില്ല, ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ, അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ ഒരു അത്ഭുതം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നുബുവത്തിന് മുമ്പ് ഹലീമ കുട്ടിയെ വളർത്താൻ എടുത്തുകൊണ്ടുപോയ സന്ദർഭത്തിൽ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള അത്ഭുതം, സമാനമായിട്ടുള്ള സംഭവമാണ് ഇവിടെയും സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉമ്മു മഅബദിന് നൽകി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവസാനമാണ് റസൂലുള്ളാഹി കുടിക്കുന്നത്. അവിടെയും മനോഹരമായിട്ടുള്ള മാതൃക റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. ഭക്ഷണ മര്യാദകൾ പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിളമ്പുന്ന ആള് ഒരിക്കലും ആദ്യം ഭക്ഷിക്കാൻ പാടില്ല, അവര് അവസാനമാണ് ഭക്ഷിക്കേണ്ടത്. അവിടെ റസൂലുള്ളാഹി ജീവിതത്തിലൂടെ കാണിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാ ആളുകളും വയറ് നിറയെ കുടിച്ചതിന് ശേഷം റസൂലുള്ളാഹി വീണ്ടും ആ പാത്രം എടുത്തിട്ട് അത് കറന്ന്, അതായത് ആ പാത്രത്തിൽ മുഴുവൻ പാല് നിറച്ചിട്ട് ആ പാത്രവും അവരെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യം, നേരത്തെ സൂറത്ത് മറിയമിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രാർത്ഥന, വജഅലനി മുബാറക്കൻ ഐനമാ കുൻതു, ഞാൻ എവിടെയായിരുന്നാലും
ആ സാന്നിധ്യം ബർക്കത്താക്കപ്പെടണം. അതേ രൂപത്തിൽ അതാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ പാത്രത്തിൽ മുഴുവൻ പാലും നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തിരിച്ചു നടക്കാൻ യാത്ര തുടരുകയാണ്. അപ്പം അവരുടെ ആ യാത്ര, മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ഉമ്മു മഅബദിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയതിന് ശേഷം ഒരല്പസമയത്തിന് ശേഷം അവരുടെ ഭർത്താവ് അബൂ മഅബദ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ ഭക്ഷണമൊന്നും ഇല്ലാത്ത കാരണം പുറത്ത് വല്ലതും കിട്ടുമെന്ന് പരതി നോക്കാൻ വേണ്ടി അവർ പോയതാണ്. ഒരുപാട് അന്വേഷിച്ച് യാതൊന്നും കിട്ടാതെ വെറും കൈയോടെ അവർ വീട്ടിലേക്ക് മടങ്ങി വരാൻ. പക്ഷെ അവർ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അവർ അത്ഭുതപ്പെടാണ്. കാരണം വീട്ടിലൊരു വലിയ പാത്രം മുഴുവൻ പാലിരിക്കുന്നതായിട്ട് അവർ കാണാൻ. അപ്പം അവരുടനെ തന്നെ ഭാര്യ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മിൻ ഐന ഹാദ, ഉമ്മു മഅബദ്, എവിടെ നിന്നാണ് ഇത്രയും പാല് നിനക്ക് കിട്ടിയത്? നമ്മുടെ പാടിന് കറവില്ലല്ലോ, പിന്നെ ഇത്രയും പാലെങ്ങനെയാണ് ഇവിടെ വന്നത്? ആ സന്ദർഭത്തിൽ ഉമ്മു മഅബദ് അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം രണ്ടാളുകൾ ഈ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അനുഗ്രഹീതനായിട്ടുള്ളൊരു മനുഷ്യൻ, റജുലുൻ മുബാറക്, നേരത്തെ പറഞ്ഞ ആയത്ത് ഇവിടെ ചേർത്ത് വെക്കുക, വജഅൽനി മുബാറക്കൻ ഐനമാ കുൻത്, അനുഗ്രഹീതനായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു. ഭാര്യ പറയുന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഏത് ആളുകളെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? സുഫീഹിലിയ ഉമ്മു മഅബദ്, എനിക്കൊന്ന് അവരെ വർണ്ണിച്ചു തരാൻ പറ്റുമോ? അതായത് നീ പറയുന്ന ആളുകളെ സംബന്ധിച്ച് നീ എനിക്കൊന്ന് വർണ്ണിച്ചു തരോ? ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു മഅബദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അതിമനോഹരമായിട്ടുള്ള ചില വർണ്ണനകൾ നൽകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതത്തെ സംബന്ധിച്ചും അവർ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതം വിവരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉദ്ധരണി ഉമ്മു മഅബദ് ഈ ഒരു സന്ദർഭത്തിൽ നൽകുന്ന ഉദ്ധരണിയാണ്. നിങ്ങൾ ഓർക്കുന്നില്ല, നമ്മുടെ സീറയുടെ 3-ാമത്തെ ഭാഗത്ത് റസൂലുള്ളാഹിന്റെ രൂപഭാവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഈ ഒരു ഉദ്ധരണി അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ ശാരീരിക പ്രകൃതം വിവരിക്കുന്ന ശമാഇൽ ഗ്രന്ഥങ്ങളിലെല്ലാം ഉമ്മു മഅബദ് ഈ ഒരു സന്ദർഭത്തിൽ നൽകുന്ന വർണ്ണനകളുടെ ആ ഉദ്ധരണി കാണാൻ സാധിക്കും. അവർ പറയാണ്, ഭർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ വന്ന മനുഷ്യനെ സംബന്ധിച്ചായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് അവർ വർണ്ണിക്കുന്നത്. അവർ പറയാണ്, അതിസുന്ദരനായിട്ടൊരു മനുഷ്യൻ, അതായത് ആ മുഖത്തെ പോലെ, അതായത് തിളങ്ങുന്ന, അതായത് പ്രസരിപ്പുള്ള തേജസ്സുള്ള മുഖത്തിന്റെ ഉടമ, റസൂലുള്ളാഹിന്റെ നേത്രങ്ങൾ പോലും അവർ വർണ്ണിക്കുന്നുണ്ട്. അത്യാകർഷകമായിട്ടുള്ള നേത്രങ്ങൾ, സുറുമ എഴുതിയതുപോലെയുള്ള കണ്ണുകൾ, അതേപോലെ തന്നെ നിറഞ്ഞ് ചേർന്ന് നിൽക്കുന്ന പുരികങ്ങൾ, കറുത്ത, അതായത് കടുത്ത കറുപ്പ് നിറമുള്ള കൃഷ്ണമണി, പുറം ഭാഗത്താകട്ടെ അത്യധികം വെളുപ്പ്, നീണ്ട ഇടതൂർന്ന കൺപീലികൾ, അതേപോലെ തന്നെ കുറുകിയ ഇടുപ്പ്, ഒത്ത ശിരസ്, ശരീരത്തെ പോലും സമീമിം ഖസീം, അതായത് ഒത്ത ശരീരം അകലെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് പോലും അതിസുന്ദരൻ അവർ വിവരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സംസാരത്തെ സംബന്ധിച്ച് മധുരമാർന്ന ശബ്ദം, ഏതൊരു സംസാരം എന്നുള്ളത് അവർ വിവരിക്കുന്നത് മാലയിൽ നിന്നും മുത്തുകൾ പൊട്ടി വീഴുന്നത് പോലെ അതിമനോഹരമായിട്ടുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്നത്. അദ്ദേഹത്തിന്റെ മൗനത്തെപ്പോലും, ഗൗരവകരമായിട്ടുള്ള മൗനത്തെപ്പോലും അവർ വിവരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഉമ്മു മഅബദ് ആ സന്ദർഭത്തിൽ നൽകുന്ന വർണ്ണനകൾ, അത് കേൾക്കുന്ന ഏതൊരു വിശ്വാസിയും ആ റസൂലുള്ളാഹിന്റെ ആ തിരുമുഖം ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു പോകും. അത്രമേൽ മനോഹരമായിട്ടാണ് അവർ റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം സ്വർഗ്ഗലോകത്ത് വെച്ച് ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആ മുഖം കാണാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമുക്കറിയാം, സ്വർഗ്ഗവാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങൾ. ഒന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദർശിക്കാനുള്ള സൗഭാഗ്യം. വുജൂഹും യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അതേപോലെ തന്നെ പുണ്യപ്രവാചകനെയും ദർശിക്കാനുള്ള സൗഭാഗ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് വെച്ച് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഉമ്മു മഅബദ് ഇതേ രൂപത്തിലുള്ള വർണ്ണനകളെല്ലാം, അത്ഭുത വർണ്ണനകൾ നൽകിയ സന്ദർഭത്തിൽ ഉടനെ തന്നെ ഭർത്താവ് അബൂ മഅബദ് അവർ പറഞ്ഞു, വല്ലാഹി ഇത് ഖുറൈശികൾ തിരയുന്ന വ്യക്തിയാണ്. അതായത് ഖുറൈശികൾ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെയാണത്. ഞാനെങ്ങാനും അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിൻപറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ 2 ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പിന്നീട് ഹിജ്റയുടെ അവർ നമ്മുടെ യാത്രയിലേക്ക് തിരിച്ചു വരാണ്. ഏകദേശം അവർ മദീന അടുത്തെത്താനായ സന്ദർഭത്തിൽ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അലം, ഒരു ചില ഉദ്ധരണികൾ വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏകദേശം മദീനയോട് അടുത്ത സന്ദർഭത്തിൽ ആ വഴികാട്ടിയായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് അദ്ദേഹം പോയിട്ടുണ്ടാവും. കാരണം മദീന ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം പോയിരിക്കണം. കാരണം പിന്നീടുള്ള ഉദ്ധരണികളിലൊന്നും അയാളെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അലം. ഏതായിരുന്നാലും
ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ അവരാ പോകുന്ന ഏകദേശം മദീനയോട് അടുക്കാനായ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ഷ്യാമിൽ നിന്നും മടങ്ങി വരുന്ന ഒരു മുസ്ലിം കച്ചവട സംഘത്തോടൊപ്പം അവർ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം കച്ചവടം കഴിഞ്ഞ് സിറിയയിൽ നിന്നുള്ള വരവാണ്. അപ്പോൾ അവർ റസൂലുള്ളാഹിനെ കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വിലപിടിപ്പുള്ള ചില വെള്ള വസ്ത്രങ്ങൾ നൽകി സമ്മാനമായിട്ട് നൽകി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു എന്നെല്ലാം സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ ആ പോകുന്ന വഴിയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ആളുകൾക്ക് ഇസ്ലാമിക ദഅവത്ത് നൽകുന്നുണ്ട്. പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചായിട്ടുള്ള ഉദ്ധരണികളും കാണാൻ സാധിക്കും, മനോഹരമായിട്ടുള്ള ഉദ്ധരണികൾ. ചിന്തിച്ചേക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇത്രയും ഭീകരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഭയാനകരമായിട്ടുള്ള അവർ ഈ ഒരു സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധനം അവിടെ, അതായത് കാണുന്ന ആളുകൾക്കിലേക്കെല്ലാം ആ ഇസ്ലാമിൻ്റെ സന്ദേശം പകരുന്നുണ്ട്. പല ആളുകളും ആ വഴിയിൽ പോലും 20-ലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ചരിത്രവും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അവസാനമായിട്ട് അവരുടെ യാത്രാവേളയുണ്ടായ മറ്റൊരു സംഭവം സ്വഹീൽ ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നതായിട്ടുള്ള സംഭവം, അതായത് അവരുടെ ആ യാത്രയിൽ ഏതോ ഒരു പോയിന്റിൽ, ഒരു പക്ഷേ യത്രിബിനോട് അടുത്ത ആ ഒരു സന്ദർഭത്തിലായിരിക്കണം, അവർ വഴിയിൽ വെച്ച് മറ്റൊരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടുകയാണ്. അതായത് വിജനമായിട്ടുള്ള മരുഭൂമിയിൽ ഒരു മനുഷ്യനെ കാണുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ എവിടെ വെച്ച് ആളുകൾ കണ്ടാലും പരസ്പരം വന്ന് അവർ സംസാരിക്കും. ഈ ഒരു കച്ചവടക്കാരന് അവർ ഏതോ പ്രദേശത്ത് നിന്ന് അവർ കച്ചവടം കഴിഞ്ഞ് വരികയാണ്. ഈ വരുന്ന ആളുകൾക്ക് മക്കയിലുണ്ടാകുന്ന സംഭവം, അതായത് ഇവരുടെ തലക്ക് 100 ഒട്ടകം, അത് ആ ഒരു വിവരമൊന്നും ഈ ആളുകളുടെ അടുത്തില്ല. അവർ നിഷ്കളങ്കമായിട്ട് വരികയാണ്. അപ്പോൾ ആ കച്ചവട സംഘം ഈ ആളുകളെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ആ കച്ചവട സംഘത്തിലുള്ള ഒരാൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം തിരിച്ചറിയാണ്. കാരണം മുമ്പ് ഏതോ ഒരു കാലത്ത് അവർ കച്ചവട ബന്ധത്തിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ജർ മിൻ ഖുറൈശ്, അദ്ദേഹം ഖുറൈശികളുടെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കച്ചവടക്കാരനാണ്. അപ്പോൾ പല ഭാഗത്തുള്ള ആളുകളുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടാകും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, സ്വാഭാവികമാണ്. അപ്പം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ പരിചയമെല്ലാം പുതുക്കി. അതിനുശേഷം അദ്ദേഹം കൂട്ടത്തിൽ ചോദിച്ചു, ആരാണ് മൻ മഅക യാ അബൂബക്കർ, ഈ നിന്റെ കൂടെയുള്ളത് ആരാണ്? അദ്ദേഹത്തിന് ആളെ മനസ്സിലായില്ല. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ഹാദിൻ യഹ്ദീനി ഇല ത്വരീഖ്. മനോഹരമായിട്ടുള്ള മറുപടി, അതായത് ഇതെൻ്റെ വഴികാട്ടിയാണ്, അദ്ദേഹം എന്നെ യഥാർത്ഥ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. അതായത് കേൾക്കുന്ന ആളുകൾ കരുതുക, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടുള്ള വഴികാട്ടിയാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, അതായത് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് സ്വർഗ്ഗമാണ്, ആ സ്വർഗ്ഗത്തിലേക്ക് എന്നെ വഴി നടത്തുന്ന വഴികാട്ടി. ആ രൂപത്തിലാണ്, അതായത് ഡബിൾ മീനിങ്, അറബിയിൽ തൗരിയ എന്ന് പറയും. അതേ രൂപത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ആ രൂപത്തിൽ സംസാരിക്കാവുന്നതാണ്. അത് അനുമതി നൽകിയതാണ്, അത് കളവല്ല. നമ്മൾ വൈറ്റ് ലൈ എന്നെല്ലാം പറയാറുണ്ട്. ആ രൂപത്തിലുള്ള സംസാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് എന്നെ വഴി കാണിക്കുന്ന വഴികാട്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ പിരിഞ്ഞു പോയി, ഇവർ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ അവസാനം ദിവസങ്ങൾ യാത്ര ചെയ്ത് അവർ സുരക്ഷിതമായിട്ട് ആ യത്രിബിനടുത്തുള്ള ആ കുബാ പ്രദേശം, കുബാ എന്നല്ല അന്നത്തെ പേര് അംറുബിൻ ഔഫ്, ഖറിയത്ത് അംറുബിൻ ഔഫ് എന്നറിയപ്പെടുന്ന ആ ഗ്രാമത്തിൽ അവർ എത്തുകയാണ്. അതായത് അവിടെ നിന്നും ഏകദേശം 2 നാഴികയുള്ള അകലം, 2 നാഴിക മാത്രമാണ് മദീനയിലേക്കുള്ള അകലം. അവരാദ്യമായിട്ട് അവർ ഖുബയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ആ 2ാം അഖബ ഉടമ്പടിക്ക് ശേഷം മദീനയുടെ കണ്ണുകൾ മുഴുവൻ ആ മക്കയുടെ വഴികളിലേക്ക് തുറന്ന് അവർ റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും പുറപ്പെട്ട വിവരം അവർക്കറിയാം. അവരെന്നാണ് വരുന്നതെന്ന ആകാംക്ഷയോടുകൂടെ ദിവസങ്ങളോളായിട്ട് മദീന നിവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ അത്യാകാംക്ഷയോടുകൂടെയാണ് അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആ മദീന പ്രവേശനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആ പ്രവേശനം മനോഹരമാണ്. അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു പുതിയ അധ്യായം, അതായത് നമ്മുടെ സീറയുടെ 2ാം പകുതി മദീനൻ പീരീഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദീനയിലേക്കുള്ള ആഗമനം മുതലുള്ള ചരിത്രം അടുത്ത ഭാഗം മുതൽ നമ്മൾ വിശദമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം മദീനയെ സംബന്ധിച്ച് നമ്മളൊരൽപ്പം, അതായത് മദീനയിൽ പ്രധാനമായിട്ട് റസൂലുള്ളാഹിന്റെ ആഗമനെല്ലാം ആദ്യം അത് റിപ്പോർട്ട് ചെയ്യുന്ന ജൂതന്മാരാണ്. എങ്ങനെയാണ് ജൂതന്മാർ മദീനയിലേക്ക് എത്തിയത്, ആ ജൂതന്മാരുടെ ചരിത്രം മുതൽ ആ മദീനയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മദീനയിലേക്കുള്ള ആഗമനം, പിന്നീടുള്ള സംഭവങ്ങളെല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കാവുന്ന അതിമനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ ഉൾക്കൊള്ളാനും അത് പഠിക്കാനും ആ റസൂലുള്ളാഹിന്റെ ചര്യ ജീവിതത്തിലുടനീളം പിൻപറ്റി അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.